ഉദാഹരണം പറഞ്ഞാൽ മന്ത്രിമന്ദിരങ്ങളുടെ അറ്റകുറ്റപ്പണി പണ്ട് മോടി പിടിപ്പിക്കലായിരുന്നെങ്കിൽ അതിപ്പോൾ അറ്റകുറ്റപ്പണിയായി. പണ്ട് ഹെലികോപ്റ്റർ ദൂർത്തായിരുന്നെങ്കിൽ ഇന്നത് രക്ഷാപ്രവർത്തനമായിട്ട് മാറി. പണ്ട് പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില വർദ്ധിക്കുമ്പോഴുള്ള സംസ്ഥാനങ്ങളുടെ സെസ് നികുതിയിലുള്ള വർധനവ് എത്രയും പെട്ടെന്ന് ഒഴിവാക്കണമെന്നായിരുന്നു ആവശ്യമെങ്കിൽ ഇപ്പോൾ അങ്ങനെ ഒരു ആവശ്യമേ ഇല്ല. യഥാർത്ഥത്തിൽ സതീശൻ്റെ മാനസിക സംഘർഷം ഞാൻ ഉൾക്കൊള്ളുക, മനസ്സിലാക്കുക. എന്താ കാരണം വെച്ചാൽ UDF-മായി ബന്ധപ്പെട്ട അഭിഭാഷകരെ മാത്രമല്ല, അദ്ദേഹത്തിനെ സഹായിച്ച RSS BJP-യുമായി ബന്ധപ്പെട്ട അഭിഭാഷകരെ കൂടി അപ്പോയിൻറ്റ് ചെയ്യണ്ടേ? ഞാൻ എപ്പോഴും അത്ഭുതപ്പെടുന്നൊരു കാര്യമുണ്ട്. ലോകത്തിലെ ഒരു സർക്കാരും ഇത്ര ദ്രുതഗതിയിൽ ഇതുപോലെ ഒരു മലക്കം മറിച്ചിൽ നടത്തിയിട്ടില്ല. കഴിഞ്ഞ LDF സർക്കാരിൻ്റെ കാലത്ത് ഏറ്റവും കൂടുതൽ മുഴങ്ങിക്കേട്ട ഒരു വാക്ക് ധൂർത്തായിരുന്നു. വലിയ ധൂർത്തിലാണ് LDF ഇടപെട്ടതെന്നുള്ളത് കേരളത്തിലെ UDF-ഉം BJP-യും സ്വാഭാവികമായിട്ടും മാധ്യമങ്ങളൊക്കെ നിരന്തരം പറഞ്ഞുകൊണ്ടിരുന്നു. LDF സർക്കാരിൻ്റെ കാലത്തെ ചെലവിനേക്കാൾ എത്രയോ അധികം ചെലവ് ഇന്ന് UDF സർക്കാരിൻ്റെ കാലത്ത് നടക്കുകയാണ്. ഉദാഹരണം പറഞ്ഞാൽ പ്ലീഡർമാരുടെ എണ്ണത്തിൽ വരുത്തിയ വർധനവ്. സീനിയർ പ്ലീഡർമാർ 1.5 ലക്ഷം രൂപ മാസ ശമ്പളം വെച്ച് 3 പേര്, സീനിയർ സ്പെഷ്യൽ GP 1.5 ലക്ഷം വെച്ച് 3, സീനിയർ GP 1,40,000 വെച്ച് 4, GP 1.25 ലക്ഷം വെച്ച് 6, അങ്ങനെ 13 അധിക പോസ്റ്റുകളാണ് ഇവർ ആരുടെയും നിരീക്ഷണമോ വിമർശനമോ ഇല്ലാതെ സൃഷ്ടിച്ചത്. ഇതിലൂടെ പ്രതിമാസം 17-18 ലക്ഷം രൂപ അധികം കേരള ഖജനാവിൽ നിന്ന് പോകും. പിന്നെ ഈ പുതിയ ഭരണം മാറിയപ്പോഴേക്കും ഭാഷയിലും പദാവലികളിലൊക്കെ വലിയ മാറ്റം വന്നു. ഉദാഹരണം പറഞ്ഞാൽ മന്ത്രിമന്ദിരങ്ങളുടെ അറ്റകുറ്റപ്പണി പണ്ട് മോടി പിടിപ്പിക്കലായിരുന്നെങ്കിൽ അതിപ്പോൾ അറ്റകുറ്റപ്പണിയായി. പണ്ട് ഹെലികോപ്റ്റർ ദൂർത്തായിരുന്നെങ്കിൽ ഇന്നത് രക്ഷാപ്രവർത്തനമായിട്ട് മാറി. പണ്ട് പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില വർദ്ധിക്കുമ്പോഴുള്ള സംസ്ഥാനങ്ങളുടെ സെസ് നികുതിയിലുള്ള വർധനവ് എത്രയും പെട്ടെന്ന് ഒഴിവാക്കണമെന്നായിരുന്നു ആവശ്യമെങ്കിൽ ഇപ്പോൾ അങ്ങനെ ഒരു ആവശ്യമേ ഇല്ല. അങ്ങനെ ചുരുങ്ങിയ കാലം കൊണ്ട് പറഞ്ഞ വാക്കുകളൊക്കെ കൃത്യമായിട്ട് വിഴുങ്ങുന്ന ഒരു U-ടേൺ ഗവൺമെൻറ്, UDF അല്ല, ഒരു UTF ഗവൺമെൻറ്റായിട്ട് സതീശൻ്റെ ഗവൺമെൻറ് മാറിയിരിക്കുകയാണ്. ഇതാണ് കേരളത്തിലെ യഥാർത്ഥ സ്ഥിതി. ലീഡർമാരുടെ നിയമനത്തിൽ ഓൾറെഡി പാർട്ടി കോൺഗ്രസിൽ വലിയ അഭിപ്രായ ഭിന്നതകളുണ്ട്. യുവജന സംഘടനകളടക്കം സർക്കാരിനെതിരെ പരസ്യമായി വിമർശിക്കുന്ന സാഹചര്യം. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? സതീശൻ മുഖ്യമന്ത്രി ഒരു മുൻ അഭിഭാഷകൻ കൂടിയായിട്ടുള്ള ആളാണ്. അല്ല, ഞാൻ സതീശനെ കുറ്റപ്പെടുത്തില്ല. യഥാർത്ഥത്തിൽ സതീശൻ്റെ മാനസിക സംഘർഷം ഞാൻ ഉൾക്കൊള്ളുക, മനസ്സിലാക്കുക. എന്താ കാരണം വെച്ചാൽ UDF-യുമായി ബന്ധപ്പെട്ട അഭിഭാഷകരെ മാത്രമല്ല, അദ്ദേഹത്തിനെ സഹായിച്ച RSS BJP-യുമായി ബന്ധപ്പെട്ട അഭിഭാഷകരെ കൂടി അപ്പോയിൻറ്റ് ചെയ്യണ്ടേ? അപ്പോൾ LDF-ൻ്റെ കാലത്തുണ്ടായിരുന്ന പോസ്റ്റ് കൊണ്ട് മാത്രം അദ്ദേഹത്തിന് ഇത് നിറവേറ്റാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് അദ്ദേഹം ഈ പറഞ്ഞ പോലെ 13 അധിക പോസ്റ്റുകൾ ക്രിയേറ്റ് ചെയ്തത്. എന്താ കാരണം? RSS-കാരെയും കൂടി ഉൾപ്പെടുത്തണം, അവരെയും കൂടി ചേർത്ത് നിർത്തിയാൽ മാത്രമേ അവരോട് നീതി പുലർത്താൻ പറ്റുള്ളൂ. അതാണ് അദ്ദേഹത്തിൻ്റെ ആന്തരിക സംഘർഷങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇതിൻ്റെ തുടർച്ച എന്ന നിലയ്ക്ക് ഒരു ചോദ്യം. ഈ RV ബാബു അടക്കമുള്ള ഹിന്ദു ഐക്യവേദിയുടെ നേതാക്കളൊക്കെ ഇപ്പം മുഖ്യമന്ത്രിയെ പോയി കാണുകയും മുഖ്യമന്ത്രി നല്ലതുപോലെ ഞങ്ങളെ കേട്ടു എന്ന് പറയുകയും ചെയ്യുന്നുണ്ട്. ഇതൊക്കെ അതിൻ്റെ കൂടി തുടർച്ചയായിട്ട് കാണണോ? അല്ല, ഞാനിപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ആരെയും കാണുന്നതിന് പ്രശ്നമില്ല. അതിനൊന്നും വലിയൊരു കാര്യമായിട്ട് ഞാൻ കാണുന്നില്ല. പക്ഷേങ്കിൽ മുമ്പ് ഇതുപോലെ ഒരു ആഘോഷപരമായിട്ടുള്ളൊരു കൂടിക്കാഴ്ച നടന്നിരുന്നെങ്കിൽ എങ്ങനെയായിരിക്കും UDF ആൾക്കാർ പ്രതികരിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഘടകം. പിന്നെ RV ബാബു പറഞ്ഞു വളരെ നല്ല സ്വീകരണമാണ് കിട്ടിയതെന്ന് അദ്ദേഹം പറഞ്ഞെങ്കിൽ സ്വാഭാവികമായിട്ടും നല്ല സ്വീകരണം കിട്ടിയിട്ടുണ്ടാവും. അല്ലെ, ബാബു അങ്ങനെ നുണ പറയുന്ന ഒരാളാണെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്നാ കാര്യം സതീശൻ്റെ കാര്യത്തിൽ ഒരുപാട് സത്യങ്ങൾ പറഞ്ഞിട്ടുള്ള ആളാണ് RV ബാബു. അപ്പോൾ മറ്റു കാര്യങ്ങളിലൊക്കെ RV ബാബു ഒരു നുണ പറയാനുള്ള ഒരു ചാതുര്യം ഉണ്ട് എന്ന് ആരെങ്കിലും ആക്ഷേപിച്ചാൽ പോലും VD സതീശൻ്റെ കാര്യത്തിൽ അങ്ങനെ ഒരു നുണ അദ്ദേഹം പറയുമെന്ന് എനിക്ക് തോന്നുന്നു. വെള്ളാപ്പള്ളിയെ കാറിൽ കയറ്റിയതിന് വിമർശനം വഹിച്ച പാർട്ടിയാണ് കോൺഗ്രസ്. സതീശനൊക്കെ അവരാണ് ഈ നിലയിൽ മാറിയിരിക്കുന്നത്. ഞാനിപ്പോൾ പറഞ്ഞ ചില കാര്യങ്ങളുണ്ടല്ലോ, അതായത് ഭരണത്തിൽ വന്ന് വളരെ ഹ്രസ്വകാലം കൊണ്ട് എങ്ങനെ മലക്കം മറിഞ്ഞു എന്നുള്ളത് നമ്മുടെ മുമ്പിലുണ്ട്. ഞാൻ എപ്പോഴും അത്ഭുതപ്പെടുന്നൊരു കാര്യമുണ്ട്. ലോകത്തിലെ ഒരു സർക്കാരും ഇത്ര ദ്രുതഗതിയിൽ ഇതുപോലെ ഒരു മലക്കം മറിച്ചിൽ നടത്തിയിട്ടില്ല.
അങ്ങനെ മലക്കം മറിയലിൻ്റെ ഒരു സമ്മാനമെങ്കിലും സതീശൻ ഗവൺമെൻറ്റിന് വൈകാതെ നിങ്ങൾ കൊടുക്കണം. നിങ്ങൾ ഈ ന്യൂസ് മേക്കർ അവാർഡൊക്കെ ഇടയ്ക്കില്ലേ, അതുപോലെ ഒരു മലക്കം മറിച്ചിൽ അവാർഡ് ഉണ്ടാക്കിയിട്ട് വി ഡി സതീശന് കൊടുക്കാൻ പറ്റുമെങ്കിൽ നന്നായിരിക്കും എന്നുള്ളൊരു അഭ്യർത്ഥന കേരളത്തിലെ മാധ്യമങ്ങളുടെ മുമ്പിൽ എനിക്ക് വെക്കാറുണ്ട്.